ലോകം ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഉത്സവം കൊണ്ടാടിയപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവർ നേരിട്ട ആക്രമണങ്ങൾ ഓർത്താൽ തല കുനിഞ്ഞുപോകും. അസാമിലെ നൽബാരി ജില്ലയിലെ പാനിഗാവ് ഗ്രാമം സെയിന്റ് മേരീസ് സ്കൂളിലേക്ക് കടന്നുകയറിയ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളോടെ ക്രിസ്മസ് അലങ്കാരങ്ങളെല്ലാം തകർത്ത് തീയിട്ടു. ഛത്തീസ്ഗഡിലെ റായ്പൂർ അവിടുത്തെ മാഗ്നറ്റോ മാളിലേക്ക് കടന്നു കയറിയ 90ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ അഴിഞ്ഞാടി ക്രിസ്മസിനായി ഒരുക്കിയതെല്ലാം തകർത്തു. ബെയ്റയിലി യോഗി ആദിത്യനാഥ് ഈ വർഷം മുതൽ ക്രിസ്മസ് അവധി എടുത്തു കളഞ്ഞിരുന്നു. അവിടെ ലക്ഷ്യം വെക്കപ്പെട്ടത് ഒരു പള്ളിയാണ്. മധ്യപ്രദേശിലെ ജബൽപൂർ കണ്ണിന് കാഴ്ചശക്തിയില്ലാത്ത സ്ത്രീയാണ് ക്രിസ്മസ് അലങ്കാരങ്ങൾ നിറഞ്ഞ പള്ളിയിൽ ആക്രമിക്കപ്പെട്ടത്. ഹരിദ്വാറിൽ ഹോട്ടലിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കരുതെന്നാണ് വിലക്കിട്ടത്. ഇത് ഹിന്ദു പുണ്യഭൂമിയാണ് എന്ന് പറഞ്ഞായിരുന്നു ആക്രോശം. ഡൽഹിയിൽ സാന്താ തൊപ്പി വെച്ച് പുറത്തിറങ്ങിയ സ്ത്രീകളെ തെരുവുകളിൽ നിന്ന് തുരത്തിയോടിച്ചത് ബജ്രംഗ് ദളാണ്. രാജസ്ഥാനിലെ സംഗർപൂരിൽ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിലെ കുർബാന തന്നെ തടസ്സപ്പെടുത്തി. ഒറീസയിലെ ഭുവനേശ്വറിൽ ക്രിസ്മസ് പപ്പായുടെ തൊപ്പിയും വേഷവും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരെ പോലും വെറുതെ വിട്ടു.